റഷ്യയിലുണ്ടായ ഭൂചലനം ജപ്പാനിൽ ഭീമൻ സുനാമിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ജൂലൈ 5-ന് തൽസുഗി പ്രവചിച്ച ദുരന്തമിത ജൂലൈ 30-നാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂചലനം സുനാമിക്ക് വകമാറിയപ്പോൾ ലോകം വലിയ ഭീതിയിലേക്കാണ് ചെന്നെത്തുന്നത്. ലോകാവസാനത്തിന്റെ സൂചനയാണോ ഇത്തരം സംഭവങ്ങളെന്ന് ചിന്തിപ്പിക്കുന്ന തരത്തിലാണ് നടക്കുന്നത് മുഴുവൻ. അമേരിക്കയിലേക്കും ഇതിന്റെ അലയൊലികൾ എത്തുമോ എന്ന സംശയങ്ങളും ഇതിനോടകം തന്നെ വാർത്തയായിട്ടുണ്ട്. എന്താണ് പുതിയ വാർത്തയെന്ന് നോക്കാം. അതിനു മുൻപ് തൽസുഗിയുടെ പ്രവചനം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തണേ. റഷ്യയുടെ കിഴക്കൻ മേഖലയിൽ ഉണ്ടായ വൻ ഭൂചലനത്തിന് പിന്നാലെ റഷ്യയിലും ജപ്പാനിലും സുനാമി തിരമാലകൾ ആഞ്ഞടിച്ചു. 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന് പിന്നാലെയാണിത്. വടക്കൻ പസഫിക് മേഖലയിലാണ് സുനാമി ഉണ്ടായിരിക്കുന്നത്. 1,80,000 നിവാസികൾ താമസിക്കുന്ന പെട്രോപാവ്ലോവ്സ്ക് കാംചെറ്റ്സ്കിയിൽ നിന്ന് 119 കിലോമീറ്റർ അകലെയായിരുന്നു പ്രഭവ കേന്ദ്രം. ഭൂചലനത്തെ തുടർന്ന് ജപ്പാനിലെ ഫുക്കുഷിമ ആണവ നിലയം ഒഴിപ്പിച്ചു. അലാസ്ക, ഹവായ്, ന്യൂസിലാൻഡ്, തെക്കൻ തീരപ്രദേശങ്ങൾ എന്നിവിടങ്ങളിലും സുനാമി മുന്നറിയിപ്പുണ്ട്. ഹോണോലുലുവിൽ സുനാമി മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങുകയും ആളുകൾ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറുകയും ചെയ്തു. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രത്തിന് ഏറ്റവും അടുത്തുള്ള പ്രദേശമായ റഷ്യയിലെ കാംചത്ക ഉപദ്വീപിൽ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും ആളുകളെ ഒഴിപ്പിച്ചതായും അധികൃതർ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ വലിയ നാശനഷ്ടങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. റഷ്യയിൽ ശക്തമായ ഭൂചലനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയത് 8.8 ആണ്. അപ്പോൾ തന്നെ അതിന്റെ ആഴവും വ്യാപ്തിയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. റഷ്യയുടെ കിഴക്കൻ തീരത്താണ് വൻ ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയിലും ജപ്പാനിലും സുനാമി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അലാസ്ക, ഹവായ് എന്നിവ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾക്ക് അമേരിക്കൻ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പസഫിക് തീരത്ത് 1 മീറ്റർ വരെ ഉയരത്തിൽ സുനാമി ഉണ്ടാകുമെന്ന് ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റഷ്യയിലെ കാംചത്ക ഉപദ്വീപിലെ പെട്രോപ്ലാവ്ലോസ്കിയിൽ നിന്ന് ഏകദേശം 136 കിലോമീറ്റർ കിഴക്കായിട്ടാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ജപ്പാനിലെ 4 വലിയ ദ്വീപുകളുടെ വടക്കേ അറ്റത്തുള്ള ഹൊക്കൈഡോയിൽ നിന്ന് ഏകദേശം 160 മൈൽ അകലെയായിരുന്നു ഭൂകമ്പം. പസഫിക് റിംഗ് ഓഫ് ഫയർ എന്നറിയപ്പെടുന്ന പ്രദേശത്തിന്റെ ഭാഗമായ ജപ്പാൻ ലോകത്തിന്റെ ഏറ്റവും കൂടുതൽ ഭൂകമ്പ സാധ്യതയുള്ള രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ്. റഷ്യയിലെ കംചട്ക ഉപദ്വീപിനടുത്ത് 2025 ജൂലൈ 30-നുണ്ടായ 8.8 മാഗ്നിറ്റ്യൂഡ് ഭൂകമ്പവും അതിനെ തുടർന്നുള്ള സുനാമി മുന്നറിയിപ്പുകളും ജപ്പാനിലെ പ്രശസ്ത മാംഗ കലാകാരി റോം തൽസുഗിയുടെ പ്രവചനവുമായി ബന്ധപ്പെട്ട് ലോകമെമ്പാടും ഇതിനോടകം തന്നെ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. വദാഷി ഗാ മിഥ മിറൈ ഞാൻ കണ്ട ഭാവി എന്ന മാംഗ പുസ്തകത്തിൽ 1999 പ്രസിദ്ധീകരിച്ചതും 2021 പുനഃപ്രസിദ്ധീകരിച്ചതുമായ റോ തൽസുഗിയുടെ പ്രവചനം 2025 ജൂലൈ 5-ന് ജപ്പാനിൽ ഒരു വൻ ഭൂകമ്പവും സുനാമിയും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് നൽകിയിരുന്നത്. ഈ പ്രവചനം 2011 തോഹോക്കു ഭൂകമ്പവും സുനാമിയും ശരിയായി പ്രവചിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. എന്നാൽ റഷ്യയിലെ ഈ ഭൂകമ്പം തൽസുഗിയുടെ പ്രവചനവുമായി ബന്ധപ്പെട്ടതാണോ എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിലും വാർത്താമാധ്യമങ്ങളിലും വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ്. റോ തൽസുഗി ജപ്പാന്റെ ഭാബ വങ്ക എന്നറിയപ്പെടുന്ന കലാകാരിയാണ്. അവരുടെ സ്വപ്നങ്ങളെ ആസ്പദമാക്കി രചിച്ച മാംഗ 2011 ജപ്പാൻ ഭൂകമ്പം, പ്രിൻസസ് ഡയാനയുടെ മരണം, COVID-19 മഹാമാരി തുടങ്ങിയ സംഭവങ്ങളെ പ്രവചിച്ചതായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത്. 2025 ജൂലൈ 5-ന് ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയിലുള്ള കടൽ തീരം പിളർന്ന് 2011 സുനാമിയേക്കാൾ 3 ഇരട്ടി വലിപ്പമുള്ള ഒരു വൻ സുനാമി ഉണ്ടാകുമെന്നാണ് അവർ പ്രവചിച്ചത്. ഈ പ്രവചനം ജപ്പാനിലും ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങളിലും വലിയ ഭയവും അതുപോലെ വലിയ ആശങ്കയൊക്കെ സൃഷ്ടിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇത് കൂടുതലായിട്ട് ബാധിച്ചത് ടൂറിസം മേഖലയാണ്. ഹോങ്കോങ്, ചൈന, തായ്ലൻഡ്, വിയറ്റ്നാം എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രകൾ ഗണ്യമായി കുറഞ്ഞത് നമ്മൾ കണ്ട കാഴ്ചയാണ്. അതായത് ജൂലൈ മാസത്തിന്റെ തുടക്കത്തിലൊക്കെ ഈ ഒരു പ്രവചനം കൊണ്ട് ആളുകൾ അങ്ങോട്ട് വരാതെയായി. 1 കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ജപ്പാനും അതുപോലെ തന്നെ ചൈനയ്ക്കും ഇവർക്കൊക്കെ സംഭവിച്ചത്. 2025 ജൂലൈ 30-ന് റഷ്യയിലെ കാംചട്കയിൽ ഉണ്ടായ 8.8 മാഗ്നിറ്റ്യൂഡ് ഭൂകമ്പം ജപ്പാന്റെ തീരങ്ങളിൽ 4 മീറ്റർ ഉയരമുള്ള സുനാമി തിരമാലകൾക്ക് കാരണമായി എന്ന് പറഞ്ഞല്ലോ. ഈ സംഭവം തൽസുഗിയുടെ പ്രവചനവുമായി ബന്ധപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ചർച്ചകളും ഉയർന്നു. എക്സ് പ്ലാറ്റ്ഫോമിൽ തന്നെ റോ തൽസുഗി ശരിയായിരുന്നു എന്ന തലക്കെട്ടോടെ നിരവധി പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ ഭൂകമ്പവും ജപ്പാനിലെ സുനാമി മുന്നറിയിപ്പും പ്രവചനത്തിന്റെ തെളിവാണെന്നാണ് ചിലർ വാദിക്കുന്നത്. എന്നാൽ ഈ ഭൂകമ്പം റഷ്യയിൽ ഉണ്ടായതാണെന്നും ജപ്പാനിൽ പ്രതീക്ഷിച്ച മെഗാ കേക്കിന്റെ തീവ്രതയോ സ്ഥലമോ അതുമായി പൊരുത്തപ്പെടുന്നില്ലെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ശാസ്ത്രജ്ഞരും ജപ്പാൻ മെറ്റിയോളജിക്കൽ ഏജൻസിയും ഈ പ്രവചനത്തെ ശാസ്ത്രീയമല്ല എന്ന് തള്ളിക്കളയുകയായിരുന്നു ചെയ്തത്. ഭൂകമ്പങ്ങളെ കൃത്യമായി പ്രവചിക്കാൻ നിലവിലെ ശാസ്ത്രത്തിന് കഴിയില്ലെന്നും തൽസുഗിയുടെ പ്രവചനങ്ങൾ
യാദൃശ്ചികമോ അവ്യക്തമോ ആയ വ്യാഖ്യാനങ്ങളെ ആശ്രയിച്ചാണെന്നും അവർ വ്യക്തമാക്കി. ഉദാഹരണത്തിന് ജപ്പാന്റെ ടൊക്കാറ ദ്വീപുകളിൽ ജൂൺ 21 മുതൽ 1000-ലധികം ഭൂകമ്പങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവയിൽ ഭൂരിഭാഗവും ചെറിയ തോതിലുള്ളവയാണ്. ഈ സംഭവങ്ങൾ പ്രവചനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് ശാസ്ത്രീയ അടിസ്ഥാനമില്ലാത്തതാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. റോ തൽസുഗി തന്നെ തന്റെ പ്രവചനങ്ങളെ പ്രവചകാത്വം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് ഇതിനെ എതിർത്തുകൊണ്ടാണ് അവർ സംസാരിച്ചത്. തന്റെ മാങ്ക സ്വപ്നങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും ജനങ്ങൾ ശാസ്ത്രജ്ഞരുടെ അഭിപ്രായങ്ങളെ ആശ്രയിക്കണമെന്നായിരുന്നു അവരുടെ പ്രസ്താവന. എന്നിരുന്നാലും അവരുടെ ജനപ്രീതിയും 2011 പ്രവചനത്തിന്റെ കൃത്യതയും ജനങ്ങളുടെ ഭയത്തിന് വലിയ രീതിയിൽ ആക്കം കൂട്ടി. ഈ പശ്ചാത്തലത്തിൽ റഷ്യയിലെ ഭൂകമ്പം തൽസുഗിയുടെ പ്രവചനത്തിന്റെ ഭാഗമാണോ എന്ന ചോദ്യം ഒരു യാദൃശ്ചികതയാണോ അതോ യഥാർത്ഥ പ്രവചനമാണോ എന്ന സംവാദത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. എന്തായാലും റഷ്യയിലെ ഭൂകമ്പത്തിലേക്ക് തിരികെയാണെങ്കിൽ കാംചത്ക ഉപദ്വീപിലാണ് ഭൂകമ്പം ഉണ്ടായതെന്ന് പറഞ്ഞല്ലോ. ഈ ഉപദ്വീപ് സ്ഥിതി ചെയ്യുന്നത് പസഫിക് റിംഗ് ഓഫ് ഫയർ എന്നറിയപ്പെടുന്ന മേഖലയിലാണ്. തീവ്രമായ ഭൂകമ്പ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ട പ്രദേശം കൂടിയാണിത്. ഭൂമിയുടെ പുറന്തോടിലെ വലിയ ഫലകങ്ങളായിട്ടുള്ള ടെക്ടോണിക് പ്ലേറ്റുകൾ കൂട്ടിമുട്ടുന്ന അതിർത്തികളിലാണ് ഈ മേഖലയുള്ളത്. കാംചത്കയിൽ പസഫിക് പ്ലേറ്റ് ഓഗോസ്ക് മൈക്രോ പ്ലേറ്റിന് താഴേക്ക് പ്രതിവർഷം 86 മില്ലിമീറ്റർ എന്ന നിരക്കിൽ തെന്നി നീങ്ങുന്നുണ്ട്. ഈ പ്രതിഭാസത്തെ സബ്ഡക്ഷൻ എന്നും പറയുന്നുണ്ട്. ഇത് ഈ പ്രദേശത്തെ മെഗാ ത്രസ്റ്റ് ഭൂകമ്പങ്ങൾക്ക് അതീവ സാധ്യതയുള്ളതാക്കി മാറ്റുന്നുണ്ട്. ജൂലൈ 30 സംഭവിച്ച ഭൂകമ്പം ഈ സബ്ഡക്ഷൻ സോണിലാണ് ഉണ്ടായത്. അതിന്റെ ആഴം താരതമ്യേന കുറവായിരുന്നത് സുനാമി രൂപീകരണത്തിന് പ്രധാന കാരണമായി. 6.9 തീവ്രതയുള്ള തുടർചലനങ്ങൾ അന്ന് മുതൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഭൂകമ്പം ആഴ്ചകളോളം തുടരുമെന്ന് ജിയോളജിസ്റ്റുകൾ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ജപ്പാൻ പസഫിക് റിംഗ് ഓഫ് ഫയറിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഭൂകമ്പങ്ങളും സുനാമികളും സാധാരണമാണ്. നങ്കായ് ട്രോഫിന്റെ മേഖലയിൽ അടുത്ത 30 വർഷത്തിനുള്ളിൽ 75 മുതൽ 82% സാധ്യതയുള്ള ഒരു വൻ ഭൂകമ്പത്തിന് സർക്കാർ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. എന്നാൽ കൃത്യമായ തീയതിയോ സ്ഥലമോ പ്രവചിക്കാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. റഷ്യയിലെ ഭൂകമ്പം ഈ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കാമെങ്കിലും തൽസുഗിയുടെ പ്രവചനത്തിന്റെ നേരിട്ടുള്ള തെളിവായി ഇതിനെ കണക്കാക്കാൻ ശാസ്ത്രജ്ഞർ തയ്യാറല്ല. റഷ്യയിലെ ഭൂകമ്പവും റോ തൽസുഗിയുടെ പ്രവചനവും തമ്മിലുള്ള ബന്ധം ഒരു ജനപ്രിയ സംവാദ വിഷയമായി മാറിയിട്ടുണ്ടെങ്കിലും ശാസ്ത്രീയമായ തെളിവുകളുടെ അഭാവം ഈ ബന്ധത്തെ നിരവധി തവണ ചോദ്യം ചെയ്യുന്നുണ്ട്. ജനങ്ങൾ ശാസ്ത്രീയ വിവരങ്ങളെ ആശ്രയിക്കണമെന്നും ഊഹാപോഹങ്ങളിൽ വീഴാതെ ദുരന്ത നിവാരണത്തിനായി തയ്യാറെടുക്കണമെന്നും ജപ്പാൻ സർക്കാരും വിദഗ്ധരും ഊന്നി പറയുകയും ചെയ്യുന്നു. റോ തൽസുഗിയുടെ മാങ്ക ഒരു കലാസൃഷ്ടിയായി മാത്രം ആസ്വദിക്കേണ്ടതാണ് എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തൊക്കെ പറഞ്ഞാലും ഈ ഭൂചലനവും അതുപോലെ തന്നെ സുനാമിയും ഒക്കെ ജനങ്ങളിൽ വലിയ പരിഭ്രാന്തി പടർത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ലോകം അതീവ ഭീതിയിലാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ലോകം അവസാനിക്കാറായോ, ഇതൊക്കെ അതിന്റെ സൂചനയാണോ എന്ന കാര്യങ്ങളാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ജൂലൈ 30, 2025 റഷ്യയിലെ കാംചത്ക ഉപദ്വീപ് കണ്ണുമിഴിച്ചത് റിക്ടർ സ്കെയിലിൽ 8.8 രേഖപ്പെടുത്തിയ തീവ്രതയുള്ള ഭൂകമ്പത്തിന്റെ നടുക്കത്തിലേക്കാണ്. ഇതോടെ ലോകം കണ്ട ഏറ്റവും വലിയ 10 ഭൂകമ്പങ്ങളുടെ പട്ടികയിലേക്ക് ഈ ദുരന്തവും കൂട്ടിച്ചേർത്തു എന്നതാണ് ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വസ്തുത. കുറുൾ ദ്വീപുകളിലും ജപ്പാനിലെ ഹൈക്കോഡോയിലും വലിയ സുനാമിക്ക് ഇത് കാരണമായപ്പോൾ അമേരിക്കയിലും ന്യൂസിലാൻഡിലുമെല്ലാം സുനാമി മുന്നറിയിപ്പുകൾ മുഴങ്ങി. നിരന്തരം ഉണ്ടാകുന്ന ഇത്തരം വലിയ ഭൂകമ്പങ്ങൾ ലോകം ഒരു അവസാനത്തിലേക്ക് നീങ്ങുന്നതാണോ അതോ ഭൂമിക്ക് പ്രകൃതിദത്തമായ മാറ്റങ്ങൾ മാത്രമാണോ സംഭവിക്കുന്നത് എന്ന ആശങ്ക മനുഷ്യരിൽ വളർത്തുന്നുണ്ട്. ഒരുപക്ഷെ ഈ ദുരന്തങ്ങളെല്ലാം സംഭവിക്കുന്നത് മനുഷ്യൻ എന്ന വർഗത്തിനെ തന്നെ അപ്രത്യക്ഷരാക്കാനാകുമോ എന്നതാണ് ചോദ്യം. വീണ്ടും ജീവന്റെ തുടിപ്പ് ഭൂമിയിലേക്ക് വരുന്നു. പിന്നീട് നമ്മൾ ഇപ്പോൾ കണ്ടതൊക്കെ, നമ്മൾ ഇത്രകാലം പഠിച്ചതൊക്കെ വീണ്ടും സംഭവിക്കുന്നു. ലോകാവസാനമാണോ എന്ന കാര്യത്തിൽ നമുക്കൊരു തീർപ്പ് പറയാനാകുന്നില്ലെങ്കിലും ഈ സാഹചര്യത്തെ വളരെ സൂക്ഷ്മതയോടെ നേരിടേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും മനുഷ്യകുലത്തിന്റെ ആവശ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ റഷ്യ, ജപ്പാൻ, അമേരിക്ക, കാനഡ എന്നിവിടങ്ങളിൽ അടിയന്തര ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ദുർബലമായ തീരദേശ പട്ടണങ്ങളിലൊക്കെ ഒഴിപ്പിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹവായിൽ ഉച്ച കഴിഞ്ഞുള്ള തിരക്കേറിയ സമയത്ത് സുനാമി മുന്നറിയിപ്പുകൾ മുഴങ്ങിയത് വലിയ ഗതാഗത കുരുക്കിന് കാരണമായി. സൈറണുകൾ മുഴങ്ങുകയും ആളുകൾ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് ഓടുകയും ചെയ്തു. വടക്കൻ ജപ്പാനിലെ ഇഷിനോമാക്കി തുറമുഖത്ത് വലിയ ഉയരത്തിൽ സുനാമി തിരമാലകൾ സംഭവിച്ചു. വലിയ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും മുൻകരുതൽ ഒഴിപ്പിക്കലുകൾ വ്യാപകമായി നടന്നു വരികയാണ്. പസഫിക് സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം ഹവായിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ദ്വീപുകളിലുടനീളമുള്ള തീരപ്രദേശങ്ങളിൽ തിരമാലകൾ നാശം വിതയ്ക്കുമെന്ന് പ്രസ്താവിക്കുകയായിരുന്നു അവർ. ഒറിഗോണിലെയും ബ്രിട്ടീഷ് കൊളംബിയയിലെയും അധികാരികൾ ബീച്ചുകൾ, മറീനകൾ, തുറമുഖങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് താമസക്കാർ വിട്ടുനിൽക്കണമെന്ന മുന്നറിയിപ്പും നൽകി. പ്രവചനാതീതമായ തിരമാലകൾക്കും ശക്തമായ അടിയൊഴുക്കുകൾക്കും സാധ്യതയുള്ളതിനാൽ ഫിലിപ്പീൻസും ന്യൂസിലൻഡും പോലെ തീരപ്രദേശങ്ങൾ ഒഴിവാക്കാൻ നിവാസികളോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് അധികൃതർ. എന്തായാലും ഈ ദുരന്തം കൂടുതൽ മനുഷ്യരുടെ ജീവനും
സ്വത്തിനും ആപത്തുണ്ടാക്കാതെ കടന്നു പോകട്ടെ എന്ന് മാത്രമാണ് പ്രത്യാശിക്കാനും പ്രാർത്ഥിക്കാനുമുള്ളത്. ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.